ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ പലരും പറയുന്ന, നേരത്തെ പറഞ്ഞത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യാഞ്ഞ ഈ റെസിപ്പികൾ ഇങ്ങനെ സെപ്പറേറ്റ് ഇടുവാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കത് വ്ളോഗിൽ ഉള്ളത് ഇങ്ങനെ സെപ്പറേറ്റ് ഇടുവാണെങ്കിൽ അവർക്ക് സെർച്ച് ചെയ്യുമ്പോൾ അത് ഉപകാരമാവുമെന്ന്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുക കേട്ടോ. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കേ. ഇന്ന് ചെയ്യുന്നത് ഒരു ഈസി മുട്ടക്കറിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഉരുളൻകിഴങ്ങും 2 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഈ ഇഞ്ചി നമുക്ക് കൊത്തി അരിയണം. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് ചേർക്കാം. ഞാനൊരു 3-4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. എന്നിട്ടൊരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട, ഈ ഉള്ളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിക്കോളും. ഒരു വിസിലടിച്ച് നമുക്കെടുക്കാം. ഇതിലേക്ക് ഞാനൊരു സ്വല്പം ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് സ്വല്പം വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ അതൊരു വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയി. ആ കഷ്ണങ്ങൾ നമുക്കിതിലോട്ട് സവാളയും മുട്ടറ്റോട് ഇതിലിട്ട് അതിൻ്റെ വെള്ളം പോകുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം ഞാൻ പറഞ്ഞാൽ മുളക് പൊടി ചേർക്കുന്നില്ലെന്ന്, അതുകൊണ്ടാണ് ഈ കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവേ ഉള്ളൂ. അതനുസരിച്ച് പച്ചമുളകൊക്കെ ചേർക്കാൻ നോക്കണേ. അപ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമണമൊക്കെ പോയി. ഇതിലേക്ക് നമ്മൾ അരച്ച് ആ തേങ്ങ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. എന്നിട്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ അരപ്പൊക്കെ തിളച്ചു. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈസ്റ്റ് ചേർക്കാത്ത പാലപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.